ഇവിടെ നോക്കൂ, വലിയൊരു ത്രികോണത്തിനെ ചെറിയ കുറേ ത്രികോണങ്ങളായി മുറിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. നമുക്ക് നമ്പർ ഇട്ട് നോക്കാം കുറച്ച് എളുപ്പത്തിൽ. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ചെറുത് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഈ 9 അല്ലാതെ വലിയ ത്രികോണങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഏതൊക്കെ ആയിരിക്കും വലിയ ത്രികോണങ്ങൾ ഇനി ഉണ്ടാവുക? ഈ 1, 2, 7, 3 കൂടെ നമ്മൾ കാണുന്നില്ലേ? 1, 2, 7, 3 ചേർന്നിട്ട് ഒരു ത്രികോണം. ഇനി അതിന്റെ വലത് ഭാഗത്ത് അതോ വലിയൊരു ത്രികോണം കാണാനില്ലേ? ഏതൊക്കെയാ? 3, 4, 5, 6 ചേർന്നിട്ട് ഒരു ത്രികോണം. ഇനി അതിന് മുകൾ ഭാഗം ഏതൊക്കെയാ? 6, 7, 8, 9 ചേർന്നിട്ട് ഒരു ത്രികോണം. ഇത് മാത്രമേ ഉള്ളൂ. ഇനി വലിയ ത്രികോണമുണ്ട്, വലുത് 1. അപ്പോൾ ആകെ എത്ര എണ്ണം ഉണ്ടാവും? 9, 10, 11, 12, 1, 13 ത്രികോണങ്ങൾ ഉണ്ടാകും. ഓക്കെ.